കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്കും ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. ഒയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം, പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണ് ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. വിഷമിക്കാടൂ, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും. അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷണർ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? മൈ ഗോഡ്, ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. മോളെ ഏടത്തിയുടെ മുതുകും തടവിക്കോട്. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വളർച്ച? മോളെ നാരങ്ങാനീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദന വാങ്ങിയെന്നറിയാം. അത് ശരി. നിക്കടവിടെ. തന്നോടാ പറഞ്ഞ നിക്കാൻ. മാഡം എന്നെ വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യക്ക് താൻ എന്ത് മരുന്നാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്. അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറക്കി കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. സാർ, 2 ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെ ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തി കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരെന്നെ സൽപ്പേര് സദാനന്ദനെ വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി, ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻപെട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ, അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഖ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇത് അതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ചുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നതല്ലേ. നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്. നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം.
ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തരം അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ. കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും. ഇരിക്കണം സാർ. യോഗം തുടങ്ങാൻ ഒരു 10 മിനിറ്റ് വൈകും. അതുവരെ അതിനെന്താ വെയിറ്റ് ചെയ്യാം. ടീച്ചർ ഒന്ന് വന്നേ. PTA പ്രസിഡന്റ് നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. സാർ നോട്ടീസ് ഡ്രിങ്ക്സ് കൊടുത്തയക്കാം. വേപ്പിൻ പട്ടയായിരിക്കും. ഒരു വേപ്പിപ്പട്ട വരുത്തി വെച്ച വിനേ. ഓ മലയാളം. ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലെന്താ? എല്ലാവർക്കും വായിക്കാലോ. ഓഹോ സുഹൃത്തെ, ഇനി പോയിട്ടേ ആ പാവം പിള്ളേരുടെ പടം എടുക്ക്. ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. ഓടേ. പഞ്ചവാദ്യം, താലപ്പൊലി, സ്വീകരണം, കണ്ടോടി കമ്മീഷണറുടെ ഒരു വില. ഓ ഒരു ജെന്റിൽമാൻ. കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ. ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു. സംശയം എന്താടി? സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ എല്ലാവരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അതെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ, അതും DGPയുടെ മോളെ ഈ കോമാളിക്ക് എങ്ങനെ കിട്ടിയെന്ന അത്ഭുതം കൊണ്ടാവും. അതല്ലടി കുരങ്ങ്, ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും. മര്യാദക്ക് എന്റെ തണലില് വെയിറ്റ് ഇട്ടിരിക്കടി. ഓ അങ്ങ് ഇരുന്നേച്ചാലും മതി. ഈശ്വര പ്രാർത്ഥന പാടാമെന്ന് ഏറ്റുന്ന കുട്ടിക്ക് സുഖമില്ല. ആശുപത്രി കൊണ്ടുവരിക. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? 9Bയിലെ നിഷ വന്നിട്ടുണ്ടോ ടീച്ചറെ? ആ കുട്ടി എത്തിയിട്ടില്ല. മീനാക്ഷി, കമ്മീഷണർ വൈഫും വെയിറ്റ് ചെയ്യാണ്. ഉടനടി യോഗം തുടങ്ങണം. പൊല്ലാപ്പായല്ലോ. ഇനി ആരെ കൊണ്ടാ പാടിക്കുന്നത്? ഈശ്വര പ്രാർത്ഥന ഇല്ലാതെ എങ്ങനെ മീറ്റിംഗ് തുടങ്ങും? DGPയുടെ മോളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയ അവസരം. ഇവള് പാടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ശരിയാ. എന്താ പ്രശ്നം? ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത് കേട്ടു. അല്ല, ഈശ്വര പ്രാർത്ഥന പാടാമെന്ന കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം. മറ്റൊരു കുട്ടിയെ അല്ല, ഈശ്വര പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഇല്ലാന്ന് മാത്രം. അതാരാ സർ? എന്റെ ഭാര്യ ഗീതു. അവൾക്ക് ഈ പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പാടാൻ വലിയ താല്പര്യ. അല്ല, നിങ്ങളുടെ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണെങ്കിൽ വേണ്ട. അയ്യോ, ഞങ്ങളുടെ വിശിഷ്ട അതിഥി തന്നെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ സാർ? സാറിന്റെ അയൽവക്കക്കാരനാ ഞാൻ. മാഡത്തിന്റെ പലതരത്തിലുള്ള ഒച്ചയും കേട്ടിട്ടുണ്ട്, പക്ഷെ പാട്ടും കവിതയും കേട്ടിട്ടില്ലോ സാർ. എന്നാലൊന്ന് കേൾക്കണം. സർവകലാ വല്ലഭയല്ലടൂ. വള്ളത്തോളിന്റെയും വയലാറിന്റെയും വൈലോപ്പള്ളിയുടെ ഒക്കെ വരികൾ അവള് ചൊല്ലുന്നത് കേട്ട നമ്മൾ അങ്ങനെ കേട്ടോണ്ട് നിന്ന് പോവും. അവളുടെ സ്വരമാതിരത്തിന് മുമ്പിൽ പി സുശീലും എസ് ജാനകി ഒന്നുമല്ലടോ സാർ. എന്നാ ഈശ്വര പ്രാർത്ഥന മിസ്സിസ് ഗീതു സഞ്ജീവ് അജണ്ടയിൽ എഴുതി ചേർത്തോ. സംപൂജ്യരായ വിശിഷ്ട അതിഥികളെ, സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ശിവപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഇന്നിവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായ ഒരു സ്ത്രീരത്നമാണ്. അവരാരെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഗാനമാധുരി അനുഭവിച്ചറിയാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപൂർവ സന്ദർഭമാണിത്. ആ മഹാപ്രതിഭ മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ മിസ്റ്റർ സഞ്ജീവിന്റെ ഭാര്യയും നമ്മുടെ DGP രാജശേഖരൻ നായരുടെ മകളുമായ മിസ്സസ് ഗീതു സഞ്ജീവ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് പുറമെ ഇടയ്ക്കൊരു പാട്ടുകൂടി പാടി ഈ വേദി ധന്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മിസ്സസ് ഗീതുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവര് ക്ഷണിച്ചല്ലേ, ധൈര്യമായിട്ട് Come on. നാണം കൊണ്ടാ. ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? Come on, please. ചെല്ല്. I can't. എനിക്ക് പ്രേയർ സോങ് അറിയില്ല. അയ്യോ, കാണാതെ അറിയില്ലായിരിക്കും. സാരില്ല, ഞാൻ എഴുതരാം. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി സോറി, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല.
കുട്ടൻ അവിടെ പോയിരിക്കെ. ബഹുമാന്യരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അന്തസ്സിന്റെയും പൊങ്ങച്ചത്തിന്റെയും ഭാഗമായി മാറിയിരിക്കുന്ന ഒരു കാലമാണിത്. തന്റെ കുട്ടിക്ക് മലയാളത്തിന് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിമാനത്തോടെ പറയുന്ന രക്ഷകർത്താക്കളുടെ കാലവും. ഏത് നാട്ടിൽ പഠിച്ചാലും ഏത് മീഡിയത്തിൽ പഠിച്ചാലും അടിസ്ഥാനം മാതൃഭാഷ തന്നെയാവണം. മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ. അത് നാം മറക്കാതിരിക്കുക. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ മുറ്റത്ത് അസംബ്ലി കൂടുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടി പാടിയിരുന്ന ആ പ്രാർത്ഥനാ ഗാനം വീണ്ടും ഇവിടെ നിങ്ങളുടെ സമക്ഷം ആലപിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അതെന്റെ അവകാശമാണ്. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. പരമപ്രകാശമേ ശരണം നീ നിത്യം. അന്ന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ എന്റെ സഹോദരിമാരെ കരയിച്ചതേ നിന്റെ തലതിരിഞ്ഞ 4 കൂട്ടുകാരികൾ മാത്രമേ കണ്ടുള്ളൂ. മലയാളം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നീ കരഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ അടി കണ്ടത് ദൈവം ഉണ്ടാക്കി തന്നൊരു ചാൻസ് അത്. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന ചൊല്ലാമെന്ന് നേരിടുന്ന കുട്ടിക്ക് അസുഖം വരാനും അത് ഞാനറിയാനും എനിക്കങ്ങനെ ഒരു ഐഡിയ തോന്നാനും കലാപരിപാടി വൻ വിജയമായിരുന്നില്ലേ? സർക്കംസ്റ്റൻസ് ഈസ് ദ വില്ലൻ. എന്തോ വല്ലതും പറഞ്ഞായിരുന്നോ? ആ, സാഹചര്യമാണ് ഇപ്പോഴത്തെ വില്ലൻ. അതിപ്പോ നിങ്ങളുടെ ഭാഗത്താ. നാളെ ആ പന്ത് എന്റെ കോട്ടിലും വരും. വരട്ടെ. കാമാക്ഷി, നിന്റെ മക്കളെല്ലാം ഉണ്ടോ നോക്ക്. മീനാക്ഷി, നിന്റെ കുട്ടികളെ നീ ശ്രദ്ധിച്ചോണം. അവിടെ ചെന്ന് ബഹളമൊന്നും വെക്കല്ലേ മക്കളെ. അയ്യോ, സാവിത്രി സമയായി. എന്താ ചേച്ചി? ഇന്നല്ലേ സാറും മാഡവുമായിട്ടുള്ള മനം പോലെ മംഗല്യം പരിപാടി. ഓ, ഞങ്ങളത് മറന്നു. അച്ഛാ, ഏട്ടനും എടുത്തുള്ള TV പ്രോഗ്രാം. ഏട്ടാ, മനം പോലെ മംഗല്യം പരിപാടി തുടങ്ങാൻ പോവാ. മോളെ ശകലമാർ. സുപ്രിയ ടിവിയുടെ മനം പോലെ മംഗല്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പരസ്പര ധാരണ, സ്നേഹം, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നീ കാര്യങ്ങളിൽ ദമ്പതിമാർക്കുള്ള ഐക്യം പരീക്ഷിച്ചറിഞ്ഞ് ഏറ്റവും മനപ്പൊരുത്തമുള്ള ദമ്പതികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണിതെന്ന് എല്ലാ പ്രേക്ഷകർക്കും അറിയാമല്ലോ. ജീവിത പങ്കാളികൾ ഈ ഷോയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ മനം പോലെ മംഗല്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹം കേരളത്തിലെ സമർത്ഥനായ പോലീസ് കമ്മീഷണറും ഗായകനും മികച്ച കലാകാരനുമായ മിസ്റ്റർ സഞ്ജീവൻ IPS. അദ്ദേഹത്തിന്റെ ഭാര്യ കേരള പോലീസ് ഡയറക്ടർ ജനറലിന്റെ മകൾ മിസസ് ഗീതു സഞ്ജീവ്. അടുത്തതായി മിസ്റ്റർ വേണുഗോപാൽ. ഇനി നമുക്ക് ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. ആദ്യം മിസ്റ്റർ സഞ്ജീവിനെ കുറിച്ച് ഗീതു സഞ്ജീവ്. ഞാൻ വളരെ ലക്കിയാണ് സഞ്ജീവിനെ പോലെ പെർഫെക്റ്റ് ആയ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിൽ. പോലീസ് കമ്മീഷണർ ആവുമ്പോ വളരെ ടഫ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഹീസ് വെരി സോഫ്റ്റ് ആൻഡ് ഫ്രണ്ട്ലി. വളരെ ക്ഷമയുള്ളവനാണ്. മൈ ഹസ്ബൻഡ് ഈസ് ഈക്വൽ ടു ഗോഡ്. അദ്ദേഹം പറയുന്നത് എന്തും ഞാൻ ഒബേ ചെയ്യും. അദ്ദേഹം ഡാം ഹെൽ, ഒരു ഫാമിലി ഷോ. ആരും കാണണ്ട. എല്ലാരും പൊയ്ക്കോ പൊയ്ക്കോ. TV ഓൺ ചെയ്യടി. വേണ്ട, എനിക്ക് കാണണ്ട. നിനക്ക് കാണണമെങ്കിൽ വേണ്ട, ഇവിടെ കാണാൻ വേറെ ആൾക്കാരുണ്ട്. എന്റെ ഹസ്ബൻഡ് പറയുന്നത് എന്ത് ഞാൻ ഒബേ ചെയ്യുന്നു നീ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. നീ എന്നെ കുറിച്ച് പറഞ്ഞത് ഇവരൊന്ന് കേക്കട്ടെ. പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങളുടെ ലൈഫിന്റെ സക്സസ്. ഞാൻ പറയുന്നത് സഞ്ജുവും സഞ്ജു പറയുന്നത് ഞാനും മനസ്സിലാക്കി പൂർണ്ണമായും സഹകരിക്കും. സഞ്ജുവിന്റെ വീട്ടിലെ അന്തരീക്ഷവുമായി എനിക്ക് പെട്ടെന്ന് തന്നെ ഇണങ്ങിച്ചേരാൻ. അടുത്തതായി ഭാര്യ ഒരു സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കുന്നു. ഭർത്താവ് അത് ഏത് സിനിമയാണെന്ന് പറയണം. ആദ്യം മിസസ് ജഗത വേണുഗോപാൽ. മണിച്ചിത്ര താഴ്.
മോറടി. ഓ റൗഡി ദാദാ ചട്ടമ്പി കല്ല് ആണി ചട്ടമ്പി കല്ല് ആണി ചട്ടമ്പി 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 കല്യാണി. എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലടേ. DGP വളർത്തിയ അൽസേഷൻ നായാന്ന് എനിക്ക് പറയാൻ തോന്നിയത്. TV കാണണ്ടെന്ന് പറഞ്ഞപ്പോ ഏയ്, മാറി അങ്ങോട്ട്. സഞ്ജു മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കണ്ടോണം. സഞ്ജു better move. എനിക്ക് TV ഓഫ് ചെയ്യണം. എടി, പോടി അങ്ങോട്ട്. എന്താണ് സാർ? സഞ്ജു I'll become mad. മിണ്ടി പോരുത്. You bloody Shut up, you. പോടി അങ്ങോട്ട്. എന്താ കാണിക്കുന്നത്? Leave me. അതാണ് കേരളത്തിലെ ദാമ്പത്യ ബന്ധത്തിന്റെ പ്രത്യേകത. മനഃപൂർവ്വമുള്ള അടുത്ത ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഏയ്, സഞ്ജു. കേറി പോടി അങ്ങോട്ട്. പരസ്പരം മനസ്സിലാകാതിരിക്കലാണ് പലപ്പോഴും ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ കീഴാമുട്ടി. അയലത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് താമസം ആരംഭിച്ചാൽ വെറും സംശയത്തിന് പേര് ഭാര്യ കിടപ്പുമുന്നിട്ട് പൂട്ടിയിട്ട് ഓഫീസിൽ പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ പറഞ്ഞതൊന്നും നിങ്ങളെ ഉദ്ദേശിച്ചല്ല. എന്ത് പറ്റി സാർ? എന്റെ അടിയൊക്കെ അവള് തടഞ്ഞു കളഞ്ഞു. ഓഹോ. അവള് കറാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. മാഡം സാറിനിട്ട് ചാർത്തിയോ? സാർ, സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഒന്ന് വ്യക്തമാക്കി തരൂ. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് സംഭവിച്ചത്. ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥൻ ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സാർ, ഈ കഥക് തുറക്കുന്നുണ്ടോ? തുറന്നില്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. ചവിട്ടി പൊളിച്ചാ നിന്റെ പല്ല് 32 ഞാൻ അടിച്ച് തെറിപ്പിക്കും. കഥക് തുറക്കാനാ പറഞ്ഞത്. ഇല്ലടി, നീ ഇതിനകത്ത് കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ചക്രശ്വാസം വലിച്ച് ഒടുങ്ങ്. ഞാൻ ഡാഡിയെ വിളിച്ചറിയിക്കും. നിന്റെ ഡാഡിയുടെ തല അത്രക്കായോ? എന്നെ അടിച്ച് പൊളിക്കും ഞാൻ. എങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടും. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. സ്നേഹം, പരസ്പര ധാരണ, ഐക്യം എന്നീ രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മിസ്റ്റർ സഞ്ജീവൻ, മിസ്സസ് സഞ്ജീവൻ. അവർക്കുള്ള സുപ്രിയ ടിവിയുടെ ഉപകാരം ഇപ്പോൾ നൽകുന്നു.